ആഘോഷ നിറവിൽ രാജ്യം. എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് രാജ്യം. സൈനിക ശക്തി വിളിച്ചോതി കർത്തവ്യപഥിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യാതിഥി. ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. 80% വനിതകളെ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ നാരീശക്തി പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഇത്തവണത്തെ പരേഡ് എന്ന പ്രത്യേകതയുമുണ്ട്. 16 സംസ്ഥാനങ്ങളുടെ അടക്കം 26 ഫ്ലോട്ടുകളാണ് അവതരിപ്പിച്ചത്. കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് പ്രേക്ഷകർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നടന്ന വ്യോമസേനയുടെ ഫ്ലൈ പാസിൽ 51 വിമാനങ്ങൾ പങ്കെടുത്തു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെ, കർത്തവ്യപഥിലെ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. പ്രൗഢഗംഭീരമായ ചടങ്ങ്, പതിവായി നമ്മൾ കാണുന്ന കാഴ്ചകളാണെങ്കിലും വർണ്ണാഭമായ പരേഡ് കാഴ്ചകൾ എങ്ങനെയായിരുന്നു ആർക്കെ? റീജിത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാ വർഷങ്ങളിലും നമ്മളെ സംബന്ധിച്ച് റിപ്പബ്ലിക് ദിനം നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. നമ്മുടെ രാജ്യത്തിനൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച പല രാജ്യങ്ങളും രാജഭരണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനാധിപത്യമല്ലാത്ത സംവിധാനത്തിലേക്കോ പട്ടാള ഭരണത്തിലേക്കോ ഒക്കെ മാറുന്ന ഒരു സാഹചര്യത്തിലും നമ്മുടെ രാജ്യം ഇപ്പോഴും ജനാധിപത്യ സംവിധാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ പ്രൗഢി നമ്മൾ വിളിച്ചറിയിക്കുന്ന വിധത്തിലാണ് ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറ്. ഇത്തവണയും റിപ്പബ്ലിക് ദിന പരേഡ് അതിന് പറ്റുന്ന വിധത്തിൽ സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ സൈനിക കരുത്തും സാംസ്കാരിക തനിമയും വിളിച്ചോതുന്ന വിധത്തിലായിരുന്നു ഈ ചടങ്ങുകൾ എല്ലാം നടന്നത്. കർത്തവ്യപഥിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തിയതോടുകൂടിയാണ് ഈ പരേഡ് അടക്കമുള്ളവ നടന്നത്. ഇന്നത്തെ ഈ പരേഡുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങൾ വനിതകളായിരുന്നു. ാണ് ഈ വനിതകളുടെ സാന്നിധ്യം ഒരുപക്ഷെ എല്ലാ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിലും വനിതകളുടെ ഈ സാന്നിധ്യം അത് വലിയ രീതിയിൽ പ്രകടമാക്കുന്നതായിരുന്നു. നമ്മൾ എത്രത്തോളം വനിത സ്വയം അവസര സമത്വം ഉറപ്പാക്കി എന്നതുൾപ്പെടെ ഡിആർഡിഒയുടെ അടക്കമുള്ള പുതിയ സംവിധാനങ്ങൾ അടക്കമുള്ളവ ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിട്ട് അണിനിരന്നു. 16 സംസ്ഥാനങ്ങളുടെ ടാബ്ലോകളാണ് അണിനിരന്നത്. അതിൽ റിജിത്ത് പറഞ്ഞതുപോലെ തന്നെ ടാബ്ലോകൾ ഇത്തവണ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുന്നത് കൂടിയായിരുന്നു ചിലത്. ഈ തമിഴ്നാടിന്റെയും ജാർഖണ്ഡിന്റെയും പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ തമിഴ്നാടിന്റെയും ജാർഖണ്ഡിന്റെയും അടക്കമുള്ള വിരളമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ടാബ്ലോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഉത്തർപ്രദേശിന്റെ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ടാബ്ലോ രാഷ്ട്രീയമായ ചില സന്ദേശങ്ങൾ കൂടി നൽകുന്നതായിരുന്നു. ഉത്തർപ്രദേശിന്റെ ടാബ്ലോ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട 5 വയസ്സുകാരനായ ലാംലല്ല യുടെ ഇത്തവണത്തെ പ്രാണപ്രതിഷ്ഠയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ 5 വയസ്സുള്ള രാമന്റെ രൂപം കൂടി ഉൾപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ഇത്തവണത്തെ ടാബ്ലോ അവതരിപ്പിച്ചത്. ഈ ടാബ്ലോകൾക്ക് ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിലുള്ള അവരുടെ ടാബ്ലോകളും ഉണ്ടായിരുന്നു. അതിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒക്കെയുള്ള ടാബ്ലോകൾ ഏറെ ശ്രദ്ധേയമായി. ഒപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി 1500ഓളം കലാകാരികന്മാർ അവതരിപ്പിച്ച നൃത്ത വിരുന്ന് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഫ്ലൈ പാസ്റ്റ് ഉണ്ടായിരുന്നത്. അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. മോട്ടോർ ബൈക്കുകളിൽ വനിതാ സേനാ അംഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ 16 സംസ്ഥാനങ്ങളുടെ അടക്കം 26 ഫ്ലോട്ടുകളാണ് പരേഡിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. മനോഹരമായ കാഴ്ചകൾ, പ്രൗഢോജ്വലമായ ചടങ്ങാണ് ഡൽഹിയിൽ പൂർത്തിയായിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പ്രൗഢമായ ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്തും റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നത്. തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, അബ്ദുറഹ്മാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു എല്ലാ ജില്ലകളിലും മന്ത്രിമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയത്. വജ്രശോഭയുടെ നിറവിലാണ് സംസ്ഥാനത്തും 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ സമുചിതമായി ആഘോഷിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. 22 പ്ലറ്റൂണുകളും വ്യോമസേനയുടെ ഒരു ഫ്ലൈറ്റും പരേഡിന് മികവേകി. വിവിധ സേനാവിഭാഗങ്ങളും പരേഡിൽ പങ്കെടുത്തു.
ഭാരതീയ കരസേനയുടെ യൂണിറ്റ് 23 മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയുടെ ക്യാപ്റ്റൻ പ്രദീപ് കുമാർ സേനയുടെ ഒരു ഫ്ലൈറ്റാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റിനെ നയിക്കുന്നത് ഫ്ലൈറ്റ് വാറന്റ് ഓഫീസർ നുറുൽ ഹുസൈൻ മുഹമ്മദ്. അടുത്തതായി ഇൻസ്പെക്ടർ എം അക്ബർ അലി നയിക്കുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. കൊല്ലത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പതാക ഉയർത്തി. പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി വീണ ജോർജും, ആലപ്പുഴയിൽ മന്ത്രി പി പ്രസാദും, കോട്ടയത്ത് മന്ത്രി വി എൻ വാസവനും, എറണാകുളത്ത് കാക്കനാട് മന്ത്രി കെ രാജനും പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യം 3 ഗ്യാരണ്ടികളാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ തൃശൂർ പ്രസംഗത്തെ പരാമർശിച്ച് കെ രാജൻ പറഞ്ഞു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും, തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മന്ത്രി കെ രാധാകൃഷ്ണനും ദേശീയ പതാക ഉയർത്തി. പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും, കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി മുഹമ്മദ് റിയാസും ദേശീയ പതാക ഉയർത്തി. രാജ്യത്ത് ഭരണഘടന വധഭീഷണി നേരിടുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി GR അനിലും, വയനാട് മന്ത്രി AK ശശീന്ദ്രനും, കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും, കാസർഗോഡ് R ബിന്ദുവും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. എല്ലാ ജില്ലകളിലും പൊതുജനങ്ങളുടെ വലിയ പങ്കാളിത്തവും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ ഉണ്ടായിരുന്നു. 24 കൊച്ചി. കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ചും സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചുമായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശ പ്രസംഗം. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ തുടരുന്ന നയപരമായ ഏറ്റുമുട്ടൽ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലും മുഴച്ചു നിന്നു. തൊട്ടടുത്ത് ഇരുന്നിട്ടും ചടങ്ങിനിടെ ഇരുവരും മുഖം കൊടുത്തില്ല. 2 വട്ടം കൈകൂപ്പി ഗവർണർ അഭിവാദ്യം ചെയ്തെങ്കിലും മുഖ്യമന്ത്രി ഗൗനിച്ചതേയില്ല. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നതാണ് ഇനിയുള്ള രാഷ്ട്രീയ ആകാംക്ഷ. 8:59 ഗവർണർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലേക്ക്. മുഖ്യമന്ത്രി എഴുന്നേറ്റു. മുഖ്യമന്ത്രിയുടെ വശത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ ഗവർണർ പതാകയ്ക്കരികിൽ. പതാക ഉയർത്തി സല്യൂട്ടും സ്വീകരിച്ച് നടത്തിയ പ്രസംഗത്തിലും രാഷ്ട്രീയ വിമർശനങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നെന്ന് ഗവർണർ. വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലെന്നും വിമർശനം. The future depends on what we are in our thoughts and actions. For this, we need institutions of higher education which are truly autonomous and free from any outside interference that leads the youth to engage in activities which pollute the academic environment. നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാർ പദ്ധതികൾക്കും വാനോളം പ്രശംസ. Our Honorable Prime Minister Shri Narendra Modi ji envisions that we would utilize the spirit of Amrit Kal to take pride, develop better understanding and take pride in our cultural heritage and develop a robust self-confidence and strength to make the dreams of our freedom fighters to build India into a superpower. ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഗവർണർ മുഖ്യമന്ത്രിക്ക് നേരെ കൈകൂപ്പിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചു നിന്ന മുഖ്യമന്ത്രി ശ്രദ്ധിച്ചതേയില്ല. ഇക്കാര്യം സദസ്സിലുണ്ടായിരുന്ന ബിനോയ് വിശ്വത്തോട് ഗവർണർ സൂചിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് മുഖ്യമന്ത്രിക്ക് മുന്നിലൂടെ മടങ്ങുമ്പോഴും കൈകൂപ്പിയിരുന്നെങ്കിലും ഇത്തവണ ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയില്ല. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. 24 തിരുവനന്തപുരം. അതേസമയം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഗവർണറുടെ അഹങ്കാരത്തിന് മുമ്പിൽ കേരളം തലകുനിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്താനാണ് റിപ്പബ്ലിക് ദിന പ്രസംഗം ഉപയോഗിച്ചത്. രാജ്ഭവൻ പ്രവർത്തിക്കുന്നത് RSS നിർദ്ദേശപ്രകാരമെന്ന് സംശയിച്ചാൽ തെറ്റില്ല എന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ വിമർശിക്കുന്നു. ഗവർണറുടെ സമീപനങ്ങളെ പാടെ മറന്നുകൊണ്ട് ഇടപഴകാൻ കഴിയില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ ലോകത്തിന് നൽകുന്നത് വിശാലമായ ജനാധിപത്യ സന്ദേശമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ദൗർബല്യങ്ങളും തിരിച്ചടികളും മറികടന്ന് ജയിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഭരണഘടനയുടെ കെട്ടുറപ്പിലാണ്. ഇന്ത്യ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഓഗ്മെന്റ് റിയാലിറ്റി അവതരണവുമായി പ്രേക്ഷകർക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ്. ഓവർ ടു ഹാഷ്മി താജ് ഇബ്രാഹിം. ഇന്ത്യ എന്നാൽ മോഹിപ്പിക്കുന്ന ഈ പച്ചത്തുരുത്താണ്. മാനവകുലത്തിന്റെ വൈവിധ്യങ്ങൾ അപ്പാടെ, വർഗവർണ്ണ വൈജാത്യങ്ങൾ പൂർണ്ണമായി, സർവഭാഷകളും പലഗോകുല ശബ്ദങ്ങളിൽ മുഴങ്ങി, എല്ലാ വംശങ്ങളിലുള്ളവർ ഒരേ തെരുവുകളിൽ വാഴുന്ന ആർക്കെതിരെയും ഒരിക്കലും വാതിൽ കുട്ടിയടക്കാത്ത രാജ്യം. അതുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിന്റെ ഹൃദയമാകുന്നത്. അങ്ങനെയുള്ള ഈ രാജ്യത്താണ് ലോകത്തെ ഏറ്റവും ഉന്നത മൂല്യമുള്ള കവിത കൃത്യം 74 വർഷം മുൻപ് പിറന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഒറ്റ പ്രയോഗമാണ് ലോകത്തെ പ്രലോഭിപ്പിക്കുന്ന തേൻ നെല്ലിക്ക. നമ്മൾ ഇന്ത്യയിലെ ജനതയാണ്.
ഈ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് കെട്ടിപ്പടുത്തത്. അതിൻ്റെ അവകാശം മറ്റാർക്കുമല്ല, നമുക്കാണ്. ഈ രാജ്യമെന്നാൽ 142 കോടി 87 ലക്ഷം പിന്നിട്ട് ലോകത്തെ ഒന്നാമത്തെ ജനസഞ്ചയമായി മാറിയ നമ്മളാണ്. റിപ്പബ്ലിക് ആയതിൻ്റെ 74-ാം വർഷം നമ്മൾ ലോകത്തെവിടെ നിൽക്കുന്നു? ഇവിടെ സാമൂഹിക വളർച്ചയുണ്ടോ? ഇതാ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ലോകബാങ്കിന്റെ ഏറ്റവും ഒടുവിലുള്ള കണക്കനുസരിച്ച് G20 രാജ്യങ്ങളിൽ ഇന്ത്യ വളർച്ചാ നിരക്കിൽ 2ാം സ്ഥാനത്താണ്. മറ്റു വളരുന്ന രാജ്യങ്ങളുടെ അഥവാ എമർജിംഗ് മാർക്കറ്റ് എക്കണോമീസിന്റെ ശരാശരി വളർച്ചാ നിരക്കിന് ഇരട്ടിയുമാണ് ഇന്ത്യയുടേത്. മാനവശേഷി കൊണ്ടുവന്ന അസുലഭ നേട്ടം എന്നാണ് ലോകബാങ്ക് എഴുതി വെക്കുന്നത്. ആളും ആരവും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഈ റിപ്പബ്ലിക് എത്രമാത്രം സുരക്ഷിതമാണ്? നമ്മുടെ സൈനിക ശേഷി എവിടെ വരെ എന്ന് നോക്കാം. ഇത് ഏറ്റവും പുതിയ പവർ ഇൻഡെക്സ് സ്കോർ അനുസരിച്ച് ലോകത്ത് 4ാം സ്ഥാനത്താണ് ഇന്ത്യ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും പിന്നിൽ. 1.5 നൂറ്റാണ്ട് നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടനെ പിന്നിലാക്കുകയും ചെയ്തു. മാനവശേഷിയുടെ ആ കരുത്താണ് സൈന്യത്തിലും കാണുന്നത്. സൈനികരുടെ എണ്ണത്തിൽ നമ്മളിതാ 2ാം സ്ഥാനത്താണ്. ഇതെല്ലാം ഗ്ലോബൽ പവർ ഇൻഡെക്സ് നൽകുന്ന വിവരങ്ങളാണ്. 3ാം സ്ഥാനത്തേക്ക് തള്ളിയത് അമേരിക്കയെ. ചൈനയ്ക്ക് 20 ലക്ഷം സൈനികർ, ഇന്ത്യക്ക് 16.5 ലക്ഷം, അമേരിക്കയ്ക്ക് 13,90,000. ഇനി നമ്മൾ വ്യോമസേനയുടെ കരുത്തിലേക്കാണ്. നമ്മുടെ വിമാനങ്ങൾ ഇതാ വരുന്നു. യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യ ലോകത്ത് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അമേരിക്ക, റഷ്യ, ചൈന എന്നിവ കഴിഞ്ഞാൽ 2210 വിമാനങ്ങളുള്ള ഇന്ത്യ. യൂറോപ്യൻ സാമ്പത്തിക ശക്തികളൊക്കെ ഇപ്പോൾ നമ്മളെക്കാൾ ഏറെ താഴെയാണ്. ഇതാ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ ഇപ്പോഴത്തെ എണ്ണം. സുഖോയ് 30 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് നിർമ്മിച്ച റഷ്യൻ കരുകരുത്ത്, അത് 260 എണ്ണമുണ്ട് ഇന്ത്യക്ക്. എണ്ണത്തിൽ 2ാമൻ ജാഗുർ. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും സാങ്കേതിക മികവുകൾ സംയോജിപ്പിച്ച ഇത് ഇന്ത്യക്കുള്ളത് 160 എണ്ണമാണ്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഇരട്ട എഞ്ചിൻ കുതിപ്പാണ് MiG-29. അത് 75 എണ്ണം ഇപ്പോഴുമുണ്ട് ഇന്ത്യക്ക്. ഇനി വരുന്നു ടെസോ ഏവിയേഷന്റെ മിറാഷ്, അതിപ്പോഴുള്ളത് 50 എണ്ണം. ഇനി MiG-21, പഴയ സോവിയറ്റ് ഇന്ത്യ കൂട്ടുകെട്ടിന്റെ ഓർമ്മകളുമായി അതിപ്പോഴുമുണ്ട് 40 എണ്ണം. അടുത്തത് ഇന്ത്യൻ സൈന്യത്തോട് പൂർണ്ണമായി ചേർന്നുകൊണ്ടിരിക്കുന്ന നവാതിഥി റഫാൽ. വിവിധ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി മാറ്റി അതിപ്പോൾ 36 എണ്ണം ഇപ്പോഴുണ്ട്. വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കാനുള്ള 26 മറൈൻ റഫാലുകൾ ഉടനെത്തും. പിന്നെ ഇന്ത്യയുടെ സ്വന്തം തേജസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെയും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെയും പങ്കാളിത്തത്തിൽ ഉണ്ടായ തേജസ് 33 എണ്ണമാണ് ഇപ്പോഴുള്ളത്. ഈ കരുത്തന്മാർക്കാക്കുന്ന ആകാശത്തിന് കീഴെയുള്ള കരസേനയിലേക്കാണ് ഇനി യാത്ര. 4614 ടാങ്കുകൾ, യുദ്ധവാഹനങ്ങൾ 1 ലക്ഷത്തിന് മുകളിൽ, പീരങ്കികൾ 3311, മിസൈൽ വാഹക വാഹനങ്ങൾ 1500. ഇനി ഇതാ തിരയടിക്കുന്ന കടലിലേക്ക്, കടൽക്കൊള്ളക്കാരെ നേരിടാൻ രാജ്യാന്തര അതിർത്തികൾ കടന്നുപോകുന്ന മികവിലേക്കാണ്. നമ്മുടെ കൊച്ചിയിലുണ്ടാക്കിയ INS വിക്രാന്തും INS വിക്രമാദിത്യയും ഉൾപ്പെടെ 2 വിമാനവാഹിനികളാണ് ഇന്ത്യക്ക്. 2 ഉള്ളോ എന്ന് സംശയിക്കാൻ വരട്ടെ. ലോകത്ത് അമേരിക്കയ്ക്ക് മാത്രമേ 2-ൽ കൂടുതൽ വിമാനവാഹിനികളുള്ളൂ, 11 എണ്ണം. 2ാം സ്ഥാനത്ത് 2 എണ്ണം വീതമുള്ള ഇന്ത്യയും ചൈനയും ഇറ്റലിയും ബ്രിട്ടനും. പ്രതിരോധ കപ്പലുകൾ 11, ഫ്രീഗേറ്റ് വെസൽസ് 12, മുങ്ങിക്കപ്പലുകൾ 19, പിന്നെ നിരീക്ഷണ നൗകൾ 32. കടലിലും കരയിലും ആകാശത്തും നമുക്കുണ്ട് ഇനിയും അനേകം സ്വപ്നങ്ങൾ. ഹം ലായേ ഹേ തുഫാൻ സേ എന്നീ ജനതയെക്കുറിച്ച് നെഞ്ചിൽ തട്ടിപ്പാടിയത് മുഹമ്മദ് റാഫിയാണ്. കൊടുങ്കാറ്റ് കടന്നു വന്ന ജനതയാണ് എന്നർത്ഥം. 3/4 നൂറ്റാണ്ട് ഈ രാജ്യം ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനു കാരണം 1950-ൽ ഇതേ ദിവസം നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയാണ്. സർവപ്രതാപിയായ ഒരു ചക്രവർത്തിയോ പരമാധികാരിയായ പ്രസിഡന്റോ ഇല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടി നമ്മളാൽ ഭരണം നടത്തുന്നുവെങ്കിൽ അതിനു കാരണം ഒന്നേയുള്ളൂ, നമ്മുടെ കരുത്തുറ്റ ഭരണഘടന. ഐസാ ദേശമേര, അതെ, ഇങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന ഗാനം ഇതാ വരുന്നുണ്ട് ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിൽ. ലെറ്റ് us salute the Republic of India. ഐസാ ദേശമേര. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നുണ്ട്. ലാലി സാബുവിനെ പോലുള്ള പ്രേക്ഷകർ, അതുപോലെ പത്മ നായർ ന്യൂസിലാൻഡിൽ നിന്ന് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നു. മിസ്റ്റർ ജോസഫിനെ പോലെ മിയ സമീറയെ പോലുള്ള പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നുണ്ട്. 24 കുടുംബത്തിലെ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ എന്ന് പറയുന്നു ചില പ്രേക്ഷകർ. രാജേഷ് ചെറുവക്കാലയിലെ പോലുള്ള പ്രേക്ഷകർ ആശംസകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ റിജിത് ബ്രോ ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നു. PR നന്ദൻ,
പവിത്രൻ പാതിരാപ്പറ്റ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നുണ്ട്. രാജേന്ദ്രൻ വയല എന്ന് പറയുന്ന പ്രേക്ഷകൻ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത് ജനങ്ങൾ വലിയ വിലക്കയറ്റത്തിലൂടെ കടന്നു പോവുകയാണ്, നട്ടം തിരിയുകയാണ്, നികുതി ഭാരം വേറെ, അത്തരം വാർത്തകൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളൊരു നിർദ്ദേശം, ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. ചില പ്രേക്ഷകർ നമ്മുടെ 24-ൻ്റെ സംസ്ഥാന സമ്മേളനവുമായി പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ അയക്കുന്നുണ്ട്. മറ്റന്നാളാണ്, ഞായറാഴ്ചയാണ് നമ്മുടെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അപ്പോൾ എല്ലാവരും എത്താൻ ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും കാണാം, 24 കുടുംബത്തിലെ എല്ലാവർക്കും കാണാം. 24 കുടുംബത്തിലുള്ളവരെ നിങ്ങൾക്കൊക്കെ കാണാം, പരിചയം പുതുക്കാം, സന്തോഷം പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവരും ആ പരിപാടിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോടായി പറയാനുള്ളത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. വിശദമായ അതിലേക്ക് സമയത്തിനനുസരിച്ച് നമുക്ക് വരാം. രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിലായി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തമിഴ്നാട്ടിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. ചെന്നൈയിൽ ഗവർണർ RN രവി ദേശീയ പതാക ഉയർത്തി. ശ്രീരാമൻ രാജ്യത്തിൻ്റെ ഐക്കൺ ആണ് എന്നാണ് ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പരാമർശം. കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിലും ഗവർണർ സർക്കാർ പോര് രൂക്ഷമാണെങ്കിലും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതുണ്ടായില്ല. ചെന്നൈ അണ്ണാ സ്ക്വയറിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഗവർണർ RN രവി ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. എന്നാൽ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലും ശ്രീരാമനെ ഉയർത്തിക്കാട്ടുകയാണ് ഗവർണർ. ശ്രീരാമൻ രാജ്യത്തിൻ്റെ ഐക്കണാണെന്നും പ്രാണപ്രതിഷ്ഠ രാജ്യത്തിനാകെ ആത്മവിശ്വാസം പകർന്നുവെന്നും ഗവർണർ RN രവി. This historic event has enthused the entire nation, filled it with self-confidence and infused new energy that will help to build a fully developed Bharat. Sri Ram has been our national icon and inspiration. ഭിന്നിപ്പിക്കുന്ന നയങ്ങളെ പൊളിച്ചെഴുതി എല്ലാവരും ഒന്നാണെന്ന ചിന്തയോടെ മുന്നോട്ട് പോകണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. മികച്ച സേവനത്തിനുള്ള മെഡലുകൾ ചടങ്ങിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിതരണം ചെയ്തു. തമിഴ്നാടിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. വിവിധ വകുപ്പുകളുടെ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായി. 24 ചെന്നൈ. ബീഹാറിൽ വലിയ രാഷ്ട്രീയ നാടകത്തിന് കളമൊരുങ്ങുന്നു. ബീഹാറിലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ. ബീഹാറിൽ വൻ രാഷ്ട്രീയ നീക്കം. BJP പിന്തുണയിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സുശീൽ മോദി ഉപമുഖ്യമന്ത്രിയായേക്കും. സത്യപ്രതിജ്ഞ ഞായറാഴ്ച എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, BJP നേതാക്കളുമായി നിതീഷ് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം, അതുപോലെ പ്രധാന കക്ഷി നേതാക്കളുമായി ഡൽഹിയിലുള്ള BJP നേതാക്കൾ ചർച്ച നടത്തിയെന്നുള്ള വിവരം, ഇതിനൊക്കെ ഇടയിൽ ഏറ്റവും ഒടുവിലായി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നിതീഷിൻ്റെ BJPക്കൊപ്പം ചേരാനുള്ള നീക്കം അത് ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉണ്ടാക്കും എന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, ബീഹാറിലെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ പലതരത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതായത് നേരത്തെ ഉയർന്നിരുന്നത് ഈ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായുള്ള സൂചനകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒടുവിൽ വരുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഈ BJPയുടെ പിന്തുണയോടെ വീണ്ടും നിതീഷ് കുമാർ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള വിവരങ്ങളാണ്. അതായത് സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകും. ഇതിൽ സുശീൽ കുമാർ മോദിയെ ഉപമുഖ്യമന്ത്രിയാക്കുക നീക്കങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ നടക്കുന്നത് എന്തായാലും അത്തരത്തിൽ നിതീഷ് കുമാർ BJP പാളയത്തിലേക്ക്, NDAയുടെ പാളയത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ, NDA പാളയത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ്. കാരണം ഈ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് നയിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ. ദൂതൻ എന്നായിരുന്നു അദ്ദേഹത്തെ ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത്. പല പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്കൊക്കെ നിതീഷ് കുമാറാണ് മുൻകൈയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ നിതീഷ് കുമാർ തന്നെ ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി NDA പാളയത്തിലേക്ക് ചെല്ലുന്നത് വലിയ രീതിയിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ രീതിയിൽ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിനും തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരമൊരു നീക്കങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതെന്നുള്ള വിവരങ്ങളാണ് ഇന്നലെ തന്നെ ഉണ്ടായത്. ഈ BJPയുടെ ദേശീയ നേതാക്കളുമായി നിതീഷ് കുമാർ ചർച്ചകൾ നടത്തി എന്നുള്ള സൂചനകളാണ് ലഭിച്ചിരുന്നത്. ഈ കക്ഷി
നേതാക്കളുമായി ചർച്ചകൾ ഉണ്ടായി. ഒപ്പം തന്നെ സംസ്ഥാന ചുമതലയുള്ള ബീഹാറിന്റെ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതായുമുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതിലൊരാൾ സുശീൽ കുമാർ മോദിയാണ്. അപ്പോൾ ആ സുശീൽ കുമാർ മോദിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പൊതുവെ ഈ നിയമസഭ ബിജെപിക്കൊപ്പം ചേരാനുള്ള നിതീഷിന്റെ തീരുമാനം, മമതയാണെങ്കിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം, ഇതിനിടയിൽ കോൺഗ്രസ് ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഏതു തരത്തിലാണ് നോക്കിക്കാണുന്നത്? കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാവുന്ന തരത്തിലുള്ള നീക്കങ്ങളാണല്ലോ ഉണ്ടാവുന്നത്. കോൺഗ്രസ് എന്തെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പ്രതികരിക്കുന്നുണ്ടോ? അതുപോലെ ഈ ബിജെപിയുമായി ചേരാനുള്ള നിതീഷിന്റെ നീക്കം, അതിലിപ്പോഴും JDU മൗനം തുടരുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ അച്യുതൻ? റിജിത്ത്, പ്രധാനമായും ഇതിൽ വിലയിരുത്തേണ്ടത് ഈ നിതീഷ് കുമാറിന്റെ നീക്കങ്ങളിൽ ഈ JDU പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം ഏതുതരം പദ്ധതിയിലേക്കാണ് ഈ നിതീഷ് കുമാർ ഈ പാർട്ടിയെ നയിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഫോർമുലകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അഭ്യൂഹങ്ങളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ആശയക്കുഴപ്പം ഈ JDU പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമതായി കോൺഗ്രസ് നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ഈ ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുവാനിരിക്കുകയാണ്. നേരത്തെ നിതീഷ് കുമാറിനും അതുപോലെ RJD തേജസ്വി യാദവിനും ക്ഷണം നൽകിയിരുന്നു. അവർ പങ്കെടുക്കുമെന്നായിരുന്നു വിവരമെങ്കിൽ അവസാനം നിതീഷ് കുമാർ പങ്കെടുക്കില്ല എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഉറപ്പായ മട്ടാണ്. കാരണം നിതീഷ് കുമാർ ഈ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമാകില്ല എന്നുള്ള വിവരങ്ങളാണ്. അതിൽ JDU ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ ഈ അവസാനം നടന്ന ഇന്ത്യ മുന്നണി യോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതിൽ CPM ഉൾപ്പെടെ നിതീഷ് കുമാറിനെ പിന്തുണച്ചപ്പോൾ, കൺവീനർ സ്ഥാനത്തേക്ക് പിന്തുണച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അടക്കം അതിൽ അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തുകയും ആ ഒരു തീരുമാനം വീണ്ടും വൈകിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളതാണ്. സീറ്റ് വിഭജനമടക്കം പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നിതീഷ് കുമാർ പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് JDU പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. പക്ഷേ ഇതിന്റെ മറ്റൊരു തലത്തിൽ ഉയരുന്ന ചർച്ചകൾ എന്നുള്ളത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ബീഹാറിൽ ഉണ്ടാവുന്നത്. BJP പിന്തുണയിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. സുശീൽ മോദി ഉപമുഖ്യമന്ത്രിയായിരിക്കുമെന്ന വിവരങ്ങൾ, അതുപോലെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച ഉണ്ടാകും എന്ന സൂചന. നിതീഷ് കുമാർ മൗനം തുടരുകയാണ്. JDUവും അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിലടക്കം നിർണായക പങ്കുവഹിച്ച നിതീഷ് കുമാർ BJP പാളയത്തിലേക്ക് പോകുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തന്നെ തുലാസിലാക്കി മാറ്റുകയും ചെയ്യുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. നിലപാട് പറഞ്ഞ് BJP സംസ്ഥാന അധ്യക്ഷൻ. കേന്ദ്രവിഹിതം സംസ്ഥാനങ്ങളിലൂടെ നൽകുന്നത് അവസാനിപ്പിച്ച് നേരിട്ട് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലാണ് പരാമർശം. ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് K. സുരേന്ദ്രൻ്റേതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. ആൻസർ പ്ലീസ് പരിപാടിയുടെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ട് 5:30 24ൽ പ്രേക്ഷകർക്ക് കാണാം. കേന്ദ്രം സംസ്ഥാനങ്ങൾ വഴിയല്ലാതെ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് പണം നൽകുന്ന സംവിധാനം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ഫെഡറൽ സംവിധാനത്തിന് എതിരാണെങ്കിലും ഈ സംവിധാനം നടപ്പിലാക്കണമെന്നാണ് നിലപാടെന്ന് K. സുരേന്ദ്രൻ 24 ആൻസർ പ്ലേസിൽ. കേന്ദ്രം കൊടുക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാനം വഴി കൊടുക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. കേന്ദ്രം തൊഴിലുറപ്പിന് കൊടുക്കുന്നത് നേരിട്ട് തൊഴിലുറപ്പ് തൊഴിലാളി കൊടുക്കണം. അതായത് കേരളത്തിലെ BJP ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിന്റെ വിഹിതങ്ങൾ ഇവരുടെ സംസ്ഥാനത്തിന് നൽകരുതെന്നാണ്. അല്ല, കേന്ദ്രം നേരിട്ട് കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളെല്ലാം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി DBT വഴി കൊടുക്കുകയല്ലേ? എന്തിനാണ് ഇവരെ ഇത് കൊടുക്കേണ്ടത്? ഞങ്ങളുടെ സ്റ്റാൻഡ് എപ്പോഴും അങ്ങനെയാണ്. സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണത്തിന്റെ ധവളപത്രം ഇറക്കണം. കൃത്യമായ കണക്കുമായി മുഖ്യമന്ത്രി വന്നാൽ കേന്ദ്രത്തിൽ ഇടപെടാമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. അല്ല, ഈ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാൻ BJP പ്രസിഡന്റ് വി മുരളീധരനും ഇടപെടും. പിണറായി വിജയൻ വരട്ടെ, ഇന്ന് തന്നെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. വസ്തുതാപരമായിട്ടാണെങ്കിൽ കിട്ടേണ്ടത് കിട്ടാൻ വസ്തുതകളുടെ പിൻബലത്തിലാണെങ്കിൽ ഞങ്ങൾ തയ്യാറെടുപ്പുകൾ ഹോംവർക്ക് നടത്തിയിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ കണക്കുമായിട്ട് അത് എവിടെയും പറയുന്നില്ലല്ലോ സാർ. K. സുരേന്ദ്രന്റെ നിലപാടിനെ മന്ത്രി PA മുഹമ്മദ് റിയാസ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. BJP ഇതര സംസ്ഥാനങ്ങൾക്കെതിരായ കേന്ദ്ര നിലപാടിന്റെ ഭാഗമാണ് ഫെഡറൽ സംവിധാനത്തിനെതിരായ നിലപാടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാജ്യം ഭരിക്കുന്ന
ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഈ പ്രസ്താവന, സംസ്ഥാന സർക്കാരുകൾ അത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകളാണെങ്കിൽ ആ സർക്കാരുകളെ വകവെക്കുന്നില്ല, ആ സർക്കാരുകളെ പരിഗണിക്കുന്നില്ല, ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നു, ഫെഡറൽ സംവിധാന തത്വങ്ങളെ കാറ്റിൽ പരത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഭരണഘടന വധഭീഷണിയിലാണ്. അയോധ്യ തരംഗം കേരളത്തിൽ വോട്ടായി മാറ്റുമെന്നും ഇരുമുന്നണികളിൽ നിന്നും കക്ഷികളെ NDAയിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തി. സംസ്ഥാനത്ത് മോദി തരംഗമുണ്ടെന്നും നാളെ തുടങ്ങുന്ന BJPയുടെ കേരള പദയാത്രയിലൂടെ പല മാറ്റങ്ങളും കാണാനാകുമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. മോഹൻലാൽ നായകനായ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തെക്കുറിച്ച് എന്തിനാണ് ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. മാസ് പടമാണെന്നോ ഫാൻസിന് വേണ്ടിയുള്ള ചിത്രമാണെന്നോ താൻ പറഞ്ഞിട്ടില്ല. നെഗറ്റീവ് റിവ്യൂവിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നും അത് തനിക്കൊരു പ്രശ്നമല്ല എന്നും ലിജോ ജോസ് പറഞ്ഞു. മലൈക്കോട്ടെ വാലിബന് ഒരു മുത്തശ്ശി കഥയുടെ വേഗത മാത്രമാണുള്ളതെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. സോഷ്യൽ മീഡിയ ഒരു വാർ ഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. പരിപാടിയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, വളരെ നടുക്കുന്ന, ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്ത ഇന്ന് തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. അമ്മയെ മകൻ തീകൊളുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ആ വാർത്ത. 60 വയസ്സുകാരിയായ നളിനിയാണ് കൊല്ലപ്പെട്ടത്. ലഹരിക്കടിമയായ പ്രതി മോസസ് പോലീസിന്റെ പിടിയിലായി. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം വെള്ളറടിയിൽ ക്രൂരമായ കൊലപാതകം നടന്നത്. സ്വന്തം മാതാവായ നളിനിയെ മോസസ് കത്തിച്ച് കൊലപ്പെടുത്തി. ഇരുവരും മാത്രമായിരുന്നു വീട്ടിൽ താമസം. ഇളയ മകൻ ഇന്ന് രാവിലെ അമ്മയ്ക്ക് ഭക്ഷണം നൽകാനെത്തിയപ്പോഴാണ് വീട്ടിൽ നിന്ന് പുകയുരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി മൃതദേഹം കണ്ടപ്പോഴേക്കും പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരുന്നു. മൃതദേഹത്തിൽ നിന്ന് കരിങ്കല്ലും കണ്ടെത്തി. ആദ്യം കരിങ്കല്ല് ശരീരത്തിൽ എടുത്തുവെച്ച ശേഷം തീയിട്ടതാകാമെന്നാണ് പോലീസ് നിഗമനം. തീയിടുമ്പോൾ ഓടി രക്ഷപ്പെടാതിരിക്കാൻ കരിങ്കല്ല് വെച്ചതെന്നാണ് സൂചന. കൊലപാതകം നടത്തിയ ശേഷം വീട്ടിൽ തുടർന്ന മോസസിനെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. പോലീസ് എത്തിയപ്പോഴും പ്രതിയുടെ പ്രകോപനം. സ്വന്തം മകളെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലെ പ്രതിയാണ് മോസസ്. ലഹരിക്കടിമയായ മോസസ് കൃത്യം നടത്തിയത് എന്തിനെന്ന് വ്യക്തമല്ല. 24 തിരുവനന്തപുരം. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വെള്ളക്കല്ലിൽ സൗന്ദർരാജാണ് മരിച്ചത്. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഈ മാസം ഇതുവരെ 3 പേരാണ് ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, വിവരങ്ങൾ എന്താണ് വിഷ്ണു? ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഇടുക്കിയിൽ വർദ്ധിച്ചു വരുന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സൗന്ദർരാജിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഏലത്തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാന ആക്രമിച്ചത്. സൗന്ദർരാജിന്റെ നെഞ്ചിൽ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ആശുപത്രിയിൽ ആയിരുന്നു ഇത്രയും ദിവസം, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. നേരത്തെ തേയിലത്തോട്ടത്തിൽ വെച്ച് പരിമള എന്ന് പറയുന്ന സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. 2 ദിവസം മുമ്പ് മൂന്നാറിൽ ലയത്തിനടുത്ത് വെച്ച് പാൽരാജ് എന്ന് പറയുന്ന ഒരാളെയും കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. ഈ മാസം ഇത് 3ാമത്തെ കാട്ടാന ആക്രമണത്തിലെ മരണമാണ്. അതോടൊപ്പം തന്നെ കാട്ടാനകൾ കാട്ടിൽ നിന്നിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുന്നതും തുടർച്ചയാവുന്നു. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇടുക്കിയിലെ മലയോര മേഖല, പ്രത്യേകിച്ച് മൂന്നാർ, ചിന്നക്കലാന മേഖലകളിലുള്ള തൊഴിലാളികൾ, ഈ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളും ജനങ്ങളും കടന്നു പോകുന്നു എന്നുള്ളതാണ്. വനംവകുപ്പിന്റെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതോടൊപ്പം ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു വലിയ വിമർശനവും മറുവശത്ത് ഉയരുന്നുണ്ട്. റിജിത്ത്. ശരി, ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. വയനാട്ടിലേക്ക് പോയാൽ വയനാട്ടിൽ വന്യമൃഗ ഭീതി തുടരുക തന്നെയാണ്. വീണ്ടും കടുവയുടെ ആക്രമണമുണ്ടായി. കുളകപ്പാറ ചൂരിമലയിൽ കടുവ പശുക്കിടാവിനെ കൊന്നു. ഈ മേഖലയിൽ 4ാമത്തെ പശുവിനെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. കടുവ പിടികൂടിയത് ചൂരിമല താണാട്ടുകുടിയിൽ രാജന്റെ പശുക്കിടാവിനെ. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെ പിടികൂടി കൊണ്ടുപോയത് ബീനാച്ചി എസ്റ്റേറ്റിലേക്ക്. ഇവിടെ വെച്ച് പാതി തിന്ന നിലയിലാണ് ജഡം കിട്ടിയത്. 2 ആഴ്ചക്കിടെ 2ാമത്തെ വളർത്തുമൃഗത്തെയാണ് കടുവ കൊന്നു തിന്നുന്നത്. 3 മാസം മുമ്പ്
രാജന്റെ തന്റെ കറവിയുള്ള പശുവിനെ കൊന്നിരുന്നു. ഇതിന്റെ നഷ്ടപരിഹാര തുക പോലും ലഭ്യമായിട്ടില്ലെന്നാണ് രാജൻ പറയുന്നത്. ഇതിനിടെയാണ് അടുത്ത ആക്രമണം. ജീവിതമാർഗ്ഗമാണ്. ഇപ്പം ഇന്ന് രാവിലെയാണ് എൻ്റെ തൊഴുത്തിൽ നിന്നാണ് എൻ്റെ ക്രാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. 3 മാസമായി പിടിച്ചോട്ട് പോയിട്ട് പശുവിൻ്റെ യാതൊരു തീരുമാനമോ അതിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ മക്കളാണ് അവിടെ കളിച്ചു വളർന്ന സ്ഥലമാണ്. പിന്നെ നിരന്തരമായിട്ട് ഇപ്പോൾ 4-ാമത്തെ പശുക്കളാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങളുടെ ജീവിതമാർഗ്ഗം ആകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് പോത്തിനെ കൊന്നതിനെ തുടർന്ന് ഇവിടെ കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ കടുവ കൂട്ടിൽ കയറാത്ത സ്ഥിതിയുണ്ട്. ഒരു കൂട് കൂടി സ്ഥാപിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. അതേസമയം കടുവ ആക്രമണം തുടർച്ചയായ മൂടക്കൊലിയിൽ കഴിഞ്ഞ ദിവസം രാത്രി കരടിയെ കണ്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഷ്പാകരൻ എന്ന പ്രദേശവാസിയുടെ വീടിന് മുന്നിൽ കണ്ടുവെന്നാണ് പറയുന്നത്. വനം വകുപ്പ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. 24 വയനാട്. വളരെ പ്രധാനപ്പെട്ട ഒരു കായിക വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച് പുറത്ത്. ആദ്യ സെമിയിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നറിനോട് പരാജയപ്പെട്ടു. 1-3 സെറ്റുകൾക്കാണ് സിന്നറുടെ ജയം. ഗീസ് പീറ്റർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗീസ്, ഓസ്ട്രേലിയൻ ഓപ്പണിൽ 6 വർഷങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ തോൽവി ആണെന്ന് തോന്നുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഗീസ്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാനിക് സിന്നറും ഒപ്പം നൊവാക് ജോക്കോവിച്ചുമായുള്ള ഓസ്ട്രേലിയൻ ഓപ്പണിലെ ആദ്യ സെമി ഫൈനൽ അതേറെ സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു. കാരണം നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫൈനലിൽ കടക്കുകയും പിന്നീട് ഈ കിരീടം ഉറപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ 25 ഗ്രാൻഡ് സ്ലാം നേട്ടം സ്വന്തമാക്കുന്ന താരം എന്ന റെക്കോർഡ് അല്ലെങ്കിൽ ആ പേര് നൊവാക് ജോക്കോവിച്ചിന് സ്വന്തമാക്കായിരുന്നു. ഒപ്പം തന്നെ മെൽബൺ പാർക്കിൽ, അതായത് ഓസ്ട്രേലിയൻ ഓപ്പണിൽ 33 മത്സരങ്ങളുടെ അപരാജിത കുതിപ്പുമായി മുന്നോട്ട് നീങ്ങുന്ന നൊവാക് ജോക്കോവിച്ചിന് ഇത് വലിയൊരു തിരിച്ചടി. അതായത് 34-ാം മത്സരത്തിൽ ജോക്കോവിച്ച് തോൽക്കുന്നു. 2018 ശേഷം 6 വർഷങ്ങൾക്ക് ശേഷം ഇത് ജോക്കോവിച്ചിന്റെ ആദ്യ തോൽവിയാണ് മെൽബൺ പാർക്കിൽ എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഇറ്റാലിയൻ താരത്തിന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം ഫൈനൽ കൂടിയാണ് ഇത് എന്നതും എടുത്തു പറയേണ്ടതാണ്. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ യാനിക് സിന്നർ ഒരു മികച്ച പ്രകടനം തന്നെ ആദ്യ 2 സെറ്റുകളിലും കാഴ്ചവെക്കുന്നു. ആദ്യ 2 സെറ്റുകളിലും നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ 3-ാം സെറ്റിൽ ഒരു തിരിച്ചു വരവ് ജോക്കോവിച്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കൃത്യമായി തന്നെ മത്സരം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും എതിരാളിക്ക് ശക്തമായ ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നത് 3-ാം സെറ്റിൽ കാണുവാനായിട്ട് സാധിച്ചു. 4-ാം സെറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും ജോക്കോയുടെ കാലിടർ, ജോക്കോന്റെ റാക്കറ്റ് ഇടറുന്നത് അല്ലെങ്കിൽ ജോക്കോ യാനിക്കിന് മുന്നിൽ തളരുന്ന കാഴ്ചയാണ് കാണാനായത്. എന്തായാലും മത്സരം ആവേശകരം തന്നെയായിരുന്നു. ആദ്യ 1-3 സെറ്റുകൾക്കാണ് യാനിക്കിന്റെ ജയം. ഇനി അടുത്ത 2-ാം മത്സരം അല്പസമയത്തിനകം തന്നെ, 2-ാം സെമിഫൈനൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. സൂപ്പർ താരമായ മെദ്ദേവും ഒപ്പം അലക്സാണ്ടറും തമ്മിലാണ് ഈ പോരാട്ടം. ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുന്നോ അവർ യാനിക്കുമായി മറ്റന്നാൾ നടക്കുന്ന ഫൈനലിൽ ഏറ്റുമുട്ടും. എന്തായാലും ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിന്റെ ചരിത്രത്തിൽ നൊവാക് ജോക്കോവിച്ചിന് വലിയ തിരിച്ചടി നേരിടുന്നു, കാലിടറുന്നു. ഒപ്പം നിലവിലെ ചാമ്പ്യനായ ജോക്കോവിച്ച് പുറത്തായി എന്ന വാർത്തയാണ് ലഭ്യമാകുന്നത്. ശരി, ഓസ്ട്രേലിയൻ ഓപ്പണിൽ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച് പുറത്ത്. ഗീസ് പീറ്റർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ സ്ഥാനാർത്ഥിയാകാൻ 3 പേർ. ഫ്രാൻസിസ് ജോർജ്, PC തോമസ് എന്നിവരെ കൂടാതെ KM മാണിയുടെ മരുമകൻ MP ജോസഫും സാധ്യതാ പട്ടികയിലുണ്ട്. അതേസമയം കോട്ടയത്ത് ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. കോട്ടയം സീറ്റ് വേണമെന്ന് UDFിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളും കേരള കോൺഗ്രസിൽ തുടങ്ങി. പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ചർച്ചയായെങ്കിലും ഇപ്പോൾ 3 പേരിലേക്കാണ് ചർച്ചകൾ എത്തി നിൽക്കുന്നത്. സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫ്രാൻസിസ് ജോർജാണ്. ഇതിനോടകം മണ്ഡലത്തിലും ഫ്രാൻസിസ് ജോർജ് സജീവമാണ്. എന്നാൽ PC തോമസും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് PC തോമസ് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു. മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും KM മാണിയുടെ മരുമകനുമായ MP ജോസഫും സാധ്യതാ പട്ടികയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു MP ജോസഫ്. മോൻസ് ജോസഫിന് വേണ്ടി ഒരു വിഭാഗം ആവശ്യമുന്നയിക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ മോൻസ് ജോസഫിന് താൽപര്യമില്ലെന്നാണ് വിവരം. മോൻസ് ജോസഫോ ഫ്രാൻസിസ് ജോർജോ തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ മണ്ഡലം പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അടുത്ത ദിവസം കോട്ടയത്ത് ചേരുന്ന കേരള കോൺഗ്രസ് നേതൃയോഗത്തിൽ ആരാകണം സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും. UDFിൽ നിന്ന് സീറ്റ് ലഭിച്ചാലുടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. പിന്നീട് ശക്തമായ പ്രചരണം നടത്താനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമെന്ന് K മുരളീധരൻ.
കെ സുധാകരൻ ഒഴികെ എല്ലാ കോൺഗ്രസ് എംപിമാരും മത്സരിക്കും. ചുവരെഴുത്ത് പ്രവർത്തകരുടെ ആവേശമാണെന്നും അതിനെ തളർത്തേണ്ടതില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. വടകരയിൽ UDF ബുക്കിടെന്ന് എഴുതിക്കോട്ടെ എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഇല്ല, വയനാട് രാഹുൽ ഗാന്ധിയാണല്ലോ മത്സരിക്കുന്നത്, ഒരു മാറ്റമില്ല. എല്ലാവരും മത്സരിക്കാനാണ് ഇപ്പോൾ ഏതാണ്ട് ധാരണ, കണ്ണൂർ ഒഴികെ. കണ്ണൂർ KPC പ്രസിഡന്റ് സാധാരണ കഴിഞ്ഞ മുല്ലപ്പള്ളി മാറി നിന്നിരുന്നു, അതുപോലെ മാറി നിൽക്കാനാണ് സുധാകരൻ ദേശീയ നേതൃത്വത്തിന് അറിയിച്ചിട്ടുള്ള തീരുമാനമായിട്ടില്ല. ബാക്കി എല്ലാവരും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. ചുമരെഴുതാൻ തിരക്കൊന്നും ഇല്ലല്ലോ, ഇനി എത്ര കിടക്കുന്നു ഇപ്പോഴെഴുതിയ ചിലപ്പോൾ മഴയത്ത് മഞ്ഞു പോവും. വടകരയിലായിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അവിടെ UDF ബുക്കിടുന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ഗസയിലും ഖാൻ യൂനിസിലും ഇസ്രയേലിന്റെ ആക്രമണം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 200ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. ഗസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ഗസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. ജനീനിലും ഖാൻ യൂനിസിലും കനത്ത ബോംബാക്രമണമാണ് നടക്കുന്നത്. അൽ-അക്സ, അൽ-അമൽ, നാസർ ആശുപത്രികൾക്ക് നേരെയും കനത്ത ആക്രമണം തുടരുകയാണ്. പ്രദേശത്തു നിന്നും ഒഴിഞ്ഞുപോകണമെന്ന് സാധാരണ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഒഴിഞ്ഞുപോകുന്നത് അസാധ്യമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 24 മണിക്കൂറിനിടെ 200 പലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ ഹമാസ് ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നു. മൊസാദിന്റെയും CIA-യുടെയും ഡയറക്ടർമാർ ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഈജിപ്തിന്റെ ഇന്റലിജൻസ് മേധാവിയും ചർച്ചയുടെ ഭാഗമാകും. ഗസയിൽ താൽക്കാലിക വെടിനിർത്തൽ സംബന്ധിച്ചും ചർച്ച ചെയ്യും. ഗസയിലെ സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. ഗസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ഗസയിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളാവും ഇടക്കാല ഉത്തരവിലുണ്ടാവുക. അതിനിടെ ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. പതിവായി വരാറുള്ള കാലാവസ്ഥാ റിപ്പോർട്ട് എവിടെ എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ കാലാവസ്ഥാ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ലോങ് ലൈഫ്, കാലങ്ങളോളം നിൽക്കും. ലോകത്താദ്യമായി നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കി. വാടക കൊലയാളി കെന്നത്ത് യൂജിൻ സ്മിത്തിനെയാണ് അമേരിക്കയിലെ അലബാമയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. 1989 സുവിശേഷകന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. നൈട്രജൻ ഹൈപ്പോക്സി എന്നറിയപ്പെടുന്ന ശിക്ഷാരീതി നടപ്പിലാക്കാൻ US കോടതിയാണ് ഉത്തരവിട്ടത്. രീതി ക്രൂരമാണെന്നും പാളിച്ചയുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. 2022 സ്മിത്തിനെ വിഷം കുത്തിവെച്ച് വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടെങ്കിലും അവസാന നിമിഷം പരാജയപ്പെടുകയായിരുന്നു. 1982 ശേഷം ആദ്യമായാണ് വധശിക്ഷയ്ക്ക് പുതിയ രീതി സ്വീകരിക്കുന്നത്. 1988 എലിസബത്ത് സെനറ്റ് എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലാണ് സ്മിത്തിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. സുവിശേഷകനായ എലിസബത്തിന്റെ ഭർത്താവ് കടക്കിണിയിലായതിനാൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനായി ഭാര്യയെ കൊലപ്പെടുത്താൻ വാടക കൊലയാളികളെ ഏർപ്പാടാക്കുകയായിരുന്നു. കുറ്റവാളിയെ നൈട്രജൻ വാതകം ശ്വസിപ്പിക്കും. തുടർന്ന് ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുകയും മരണത്തിനു മുമ്പ് അബോധാവസ്ഥയിലാവുകയും ചെയ്യും. കൈകാലുകൾ അനക്കാനാകാത്ത വിധം കട്ടിലിൽ ബന്ധിച്ചതിനു ശേഷമാകും മാസ്ക് ധരിപ്പിക്കുക. ഈ നടപടിയെ അപലപിച്ച് നിരവധി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തി. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 4 മുതൽ 6% വരെയാണെങ്കിൽ 40 സെക്കൻഡുകൾക്കുള്ളിൽ അബോധാവസ്ഥയിലാകും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരണവും സംഭവിക്കാമെന്നാണ് വൈദ്യശാസ്ത്രത്തിന്റെ വിശദീകരണം. മിസിസിപ്പി, ഒക്കൽഹോമ സംസ്ഥാനങ്ങളിൽ നൈട്രജൻ വധശിക്ഷയ്ക്ക് അംഗീകാരമുണ്ടെങ്കിലും നടപ്പാക്കിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24.
കരിപ്പൂർ വിമാനത്താവളം വഴി പോകുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് തിരിച്ചടി. കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി പോകുന്നവരെക്കാൾ ഇരട്ടിയോളം തുക ടിക്കറ്റിനായി നൽകണം. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആവശ്യം. ഹജ്ജ് തീർത്ഥാടകർക്കായി നെടുമ്പാശ്ശേരി, കണ്ണൂർ, കരിപ്പൂർ എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നവരിൽ 70% ആശ്രയിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തെ. ഇത്തവണ കരിപ്പൂർ വഴി പോകുന്നവർ വിമാന ടിക്കറ്റ് നിരക്കായി നൽകേണ്ടത് 1,65,000 രൂപ. നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ ഇത് 86,000 രൂപ. 75,000 രൂപയാണ് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ അധികമായി നൽകേണ്ടത്. കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ നിന്ന് സൗദി എയർലൈൻസ് ആണ് സർവീസ് നടത്തുന്നത്. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യയും. 53 കിലോ ലഗേജ് കൊണ്ടുപോകാൻ സൗദി എയർലൈൻസ് അനുമതി നൽകുമ്പോൾ എയർ ഇന്ത്യ അനുവദിക്കുന്നത് 37 കിലോയാണ്. വിഷയത്തിൽ ഇടപെടൽ തേടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസിയും MP അബ്ദുൾ സമദ് സമദാനി MPയും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കത്തെഴുതി. സംസ്ഥാന ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കേന്ദ്ര ഏവിയേഷൻ മന്ത്രിയുമായും അവിടെ ഹജ്ജ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ മന്ത്രി സ്മൃതി ഇറാനിയുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു ഏകീകരിച്ച റേറ്റ് ഉണ്ടാക്കി കോഴിക്കോടിന് പരിഗണന നിർബന്ധമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണമുള്ളതിനാൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് സർവീസിനായി ക്ഷണിച്ച ടെൻഡറിൽ എയർ ഇന്ത്യ മാത്രമാണ് പങ്കെടുത്തത്. റീടെൻഡർ വിളിച്ച് കുറഞ്ഞ നിരക്കിൽ മറ്റു വിമാന കമ്പനികൾക്ക് കരാർ നൽകണമെന്നാണ് ആവശ്യം. സമീർ ബിൻ കരീം, 24, മലപ്പുറം. വാഹനാപകടങ്ങളുടെ വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവുന്നില്ല. സംസ്ഥാനത്ത് 3 വ്യത്യസ്ത അപകടങ്ങളിലായി 2 പേർ മരിച്ചു എന്നുള്ള വിവരം ഇന്നും പുറത്തു വന്നു. തൃശൂരിൽ ഡിവൈഡറിൽ ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കാസർഗോഡ് കുറ്റിക്കോലിൽ പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ച അപകടത്തിലാണ് ഒരാൾ മരിച്ചത്. കാസർഗോഡ് കുറ്റിക്കോൽ കളക്കരയിൽ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ വിജോ ജോസഫാണ് മരിച്ചത്. കുറ്റിക്കോൽ അറത്തൂട്ടിപ്പാറ റോഡിലാണ് അപകടമുണ്ടായത്. തൃശൂർ കൊരട്ടിക്കരയിൽ ഡിവൈഡറിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മലപ്പുറം തൃപ്പങ്ങോട് സ്വദേശി വിശ്വനാഥനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് റോഡിൽ കിടക്കുകയായിരുന്ന യുവാവിനെ നാട്ടുകാർ പെരുമ്പിലാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കരയിൽ കാറ് നിയന്ത്രണം വിട്ട് മറിഞ്ഞും അപകടമുണ്ടായി. 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പാവൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് വാഴക്കോട് സൂപ്പിപ്പടിയിൽ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ തെരുവിൽ വാമല സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കേറ്റു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക് 24. പ്രേക്ഷകർക്കറിയാം, ഇന്നലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പുരസ്കാര നേട്ടത്തിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു പത്മശ്രീ ജേതാക്കൾ. ഒരു മരണാനന്തര ബഹുമതി ഉൾപ്പെടെ 6 മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയത്. പുരസ്കാരം നാടിനും തെയ്യം കലാകാരന്മാർക്കും ലഭിച്ച വലിയ അംഗീകാരമാണെന്നായിരുന്നു കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ EP നാരായണന്റെ പ്രതികരണം. വളപട്ടണത്തെ മുച്ചിലോട്ടുകാവിൽ തോറ്റം കെട്ടിയാടാനുള്ള ഒരുക്കത്തിനിടെയാണ് തെയ്യം കലാകാരൻ EP നാരായണനെ പത്മശ്രീ പുരസ്കാരം തേടിയെത്തിയത്. നമ്മളെ പോലത്തെ ആൾക്കാർ പ്രതീക്ഷിക്കാതെ ഒരു വലിയ അംഗീകാരമാണ് കേന്ദ്ര സർക്കാർ തന്നത്. ഞാനിതിപ്പോൾ പാടത്തിൻ്റെ സ്ഥലമല്ല, ഞങ്ങൾക്ക് നെൽകൃഷിയൊന്നും പണ്ടൊന്നുമില്ല ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ ആൾ ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. കാസർകോട്ടെ അതിർത്തി ഗ്രാമത്തിൽ നിന്ന് കേരളത്തിനാകെ അഭിമാനമായി മാറുകയാണ് നെൽകർഷകൻ സത്യനാരായണ ബളേരി. സന്തോഷത്തിനൊപ്പം പുരസ്കാരം കൂടുതൽ ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നതെന്ന് സത്യനാരായണ ബളേരി 24നോട് പറഞ്ഞു. എനിക്കിതിപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളത്. കഴിഞ്ഞ അവാർഡ് വന്നപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ട് തന്നെ വിളിച്ചിരുന്നു. ഇപ്പോൾ ഈ അവാർഡുകൾ വന്നിട്ടാകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ വിത്ത് ഒരുപാട് ആൾക്കാർ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത്. പുരസ്കാര നേട്ടത്തിൽ അതിരറ്റ സന്തോഷമെന്നായിരുന്നു പത്മശ്രീ ജേതാവ് ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ പ്രതികരണം. എല്ലാം പത്മനാഭസ്വാമിയുടെ കൃപ. അത് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് 2 പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ഇത് തീർച്ചയായിട്ടും ആദരിച്ചത് തന്നെയാണ്. ഇവരെ കൂടാതെ കഥകളി ഗുരു സദരം ബാലകൃഷ്ണൻ, മുനി നാരായണ പ്രസാദ്, മരണാനന്തര ബഹുമതിയായി ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവരാണ് പത്മശ്രീ നിറവിലെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്. പോലീസിന്റെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൂടി വരുന്നത് തൃശൂരിൽ നിന്നാണ്. തൃശൂരിൽ ഉത്സവത്തിനിടെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. മർദ്ദനത്തിൽ 3 പല്ലുകൾ നഷ്ടപ്പെട്ടു എന്നാണ് എളവള്ളി സ്വദേശി മുരളിയുടെ ആരോപണം. മദ്യലഹരിയിൽ മുരളി SIയെ കടിച്ചു പരിക്കേൽപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ശനിയാഴ്ച തൃശൂർ എളവള്ളി വാഗ കാർത്യായനി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം. പൂരത്തിനിടെ ചിലർ തമ്മിൽ തർക്കവും ഉന്തും തള്ളുമുണ്ടായി.
ഈ സമയം എളവള്ളി വാഗ സ്വദേശി മുരളിയെ പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ SI ജോഷി മർദ്ദിച്ചുവെന്നാണ് പരാതി. ജോഷി സാറ് പൂരം കയറുന്ന നേരത്താണ് വേറെ ടൈമിന്റെ പൂരം കയറാം. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ മുരളി SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. എന്നാൽ മുരളിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസ് വിശദീകരണം. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച SIയുടെ കൈവിരൽ മദ്യലഹരിയിലായിരുന്ന മുരളി കടിച്ചെന്നും പോലീസ് ആരോപിച്ചു. 24 തൃശൂർ. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് കൊച്ചിയിൽ നിന്നാണ്. വിദ്യാർത്ഥി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മഹാരാജാസ് കോളേജിൽ 21 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. KSU ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് SFI പ്രവർത്തകർക്കെതിരെയാണ് നടപടി. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ഈ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പ്രവേശിക്കരുത് എന്നാണ് പ്രിൻസിപ്പലിന്റെ ഉത്തരവ്. SFI യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ KSU ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരായ 13 പേർക്കെതിരെയും ഇതിന് പിന്നാലെയുണ്ടായ മർദ്ദന പരാതിയിൽ 8 SFI പ്രവർത്തകർക്കെതിരെയുമാണ് നടപടി. കഴിഞ്ഞ ദിവസം ചേർന്ന കോളേജ് കൗൺസിൽ യോഗത്തിന് പിന്നാലെയാണ് പ്രിൻസിപ്പലിന്റെ ഉത്തരവ്. നടപടി നേരിട്ട് 21 വിദ്യാർത്ഥികൾക്കും കോളേജ് ക്യാമ്പസിൽ പ്രവേശിക്കുന്നതിനും വിലക്കുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും വരെയാണ് സസ്പെൻഷൻ കാലാവധി. സ്ഥിരം പ്രശ്നക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിക്കും സാധ്യതയുണ്ട്. S. ശ്യാംകുമാർ, 24 കൊച്ചി. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്കെന്ന് സൂചന. വിജയ് മക്കൾ ഇയക്കം രാഷ്ട്രീയ പാർട്ടിയായേക്കും. 1 മാസത്തിനുള്ളിൽ പാർട്ടി രജിസ്റ്റർ ചെയ്തേക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരരംഗത്തുണ്ടാകും എന്ന സൂചനയും പുറത്തുവരുന്നു. വിജയെ പാർട്ടി അധ്യക്ഷനായി തിരഞ്ഞെടുത്തു എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനേഷ്, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വിജയുടെ നീക്കങ്ങളെ സംബന്ധിച്ച്? ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം പനയൂരിലെ വിജയുടെ വസതിയിൽ വെച്ച് ഭാരവാഹികളുമായി അദ്ദേഹം കണ്ടിരുന്നു. ഒരു 3 മണിക്കൂർ നീണ്ട ചർച്ച ആ ഒരു ഘട്ടത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് വിജയെ പാർട്ടി അധ്യക്ഷനായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു കാര്യം ഈ വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ ഭാരവാഹികൾ അറിയിക്കുകയും അത് തത്വത്തിൽ അദ്ദേഹം അംഗീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷമുണ്ടായ ജനറൽ കൗൺസിൽ യോഗത്തിൽ ഇത് കൃത്യമായി തന്നെ വെക്കുകയും അത് പാസ്സാവുകയും ചെയ്തിട്ടുണ്ട് എന്ന സൂചനകളും നിലവിൽ പുറത്തു വരുന്നു. ഫെബ്രുവരി ആദ്യവാരം ഡൽഹിക്ക് പോകും. വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ ഭാരവാഹികൾ ഡൽഹിയിലേക്ക് പോകും. പാർട്ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പോവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. ഏറെ കാലമായി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച ചർച്ചകളുണ്ട്. നമുക്കറിയാം, 10ാം ക്ലാസ്സും +1 വിജയിച്ച ആളുകൾക്ക് മണ്ഡലാടിസ്ഥാനത്തിൽ, നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് അംഗീകാരം നൽകുന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ ആ രീതിയിലുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, സാധാരണ നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് വിജയ് നേരിട്ടെത്തി ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നില്ല. പക്ഷേ തൂത്തുക്കുടി തിരുനെൽവേലിയിലും പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മുന്നിൽ നിന്ന് തന്നെയാണ് വിജയ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി തന്നെയാണ് ഇതിനെയൊക്കെ ഈ നിരീക്ഷകർ കാണുന്നത്. എന്തായാലും വിജയ് മക്കൾ ഇയക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. അത് ഫെബ്രുവരി ആദ്യവാരത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനറൽ കൗൺസിൽ യോഗത്തിന്റെ ഒരു കാര്യമായി പുറത്തു വന്ന, അവിടുത്തെ ഒരു ഏക അഭിപ്രായമായി പുറത്തു വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കം മത്സരിക്കണമെന്നുള്ളതായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ വിജയ് മക്കൾ ഇയക്കത്തിന്റെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. മക്കൾ ഇയക്കത്തിന്റെ ഭാരവാഹികൾ തന്നെ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ടായിരുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുമ്പുണ്ട്. മാത്രമല്ല, ഈ സർക്കാർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ഈ വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ. അത് സ്കൂളുകളിലുള്ള സൗജന്യ ഭക്ഷണ വിതരണം ഉൾപ്പെടെ, സൗജന്യ യൂണിഫോം വിതരണം ഉൾപ്പെടെ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ എന്തായാലും ഈ വിജയ് മക്കൾ ഇയക്കം ചെയ്യുന്നുണ്ട്. അതിനെ പൂർണ്ണമായും തന്നെ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റിയെടുക്കുക എന്നതാണ് നിലവിലുള്ള ഒരു തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ ഭാരവാഹികൾ ഡൽഹിക്ക് പോകും. പാർട്ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയ് മക്കൾ ഇയക്കത്തിന്റെ നിലവിലുള്ള അധ്യക്ഷനായി തുടരുന്ന ബുസി ബാബു ജനറൽ സെക്രട്ടറിയാകും. പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറിയായി മാറും. മാത്രമല്ല, ഖജാൻജിയും അദ്ദേഹം തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു സൂചനകളും എന്തായാലും നിലവിൽ വരുന്നു. വിജയ് മക്കൾ ഇയക്കം രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശരി, മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്. സംഗീത സംവിധായകൻ പെരുമ്പാവൂർ G. രവീന്ദ്രനാഥിനെ ആദരിച്ച് ചലച്ചിത്ര പിന്നണി ഗായകരുടെ കൂട്ടായ്മ സമം.
ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരക്കുകൾ മാറ്റിവെച്ച് മലയാളത്തിന്റെ പ്രിയ ഗായകർ ഗുരുവന്ദനത്തിനായി എത്തി. 80ന്റെ നിറവിലെത്തിയ സംഗീതജ്ഞൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിനോടുള്ള ഗുരുപൂജയായാണ് ഒന്നാം രാഗം എന്ന പേരിൽ ഗായകരുടെ കൂട്ടായ്മ സമം പരിപാടി സംഘടിപ്പിച്ചത്. ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച പരിപാടി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സംഗീത ലോകത്ത് ഇത്രയും വിപുലമായ ശിക്ഷാ സമ്പത്തുള്ള മറ്റൊരു വ്യക്തി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. സംഗീതജ്ഞരുടെ കഴിവുകളെ തൻ്റെ കഴിവുകൊണ്ട് മറയ്ക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. അഗാധമായ തൻ്റെ പാണ്ഡിത്യം എളിമയോട് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് അവരെ പുകഴ്ത്താനാണ് എന്നും സാറ് ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. MG ശ്രീകുമാർ, KS ചിത്ര, G വേണുഗോപാൽ, ഉണ്ണി മേനോൻ, രമേശ് നാരായൺ ഉൾപ്പെടെ പ്രമുഖർ പ്രിയ ഗുരുനാഥന് സ്നേഹോപകാരം അർപ്പിച്ചു. ആത്മാർത്ഥമായി സംഗീതത്തെ ഉപാസിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഫലം ലഭിക്കുമെന്ന് G രവീന്ദ്രനാഥ്. ഇത്രയും വർഷം ഇന്ന് വരെ ഒരുപാട് ഗാനങ്ങൾ പലരും എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. അവരെ എല്ലാ കവികളെയും ഞാൻ സ്മരിക്കുന്നു. അത് മനോഹരമായി പാടിത്തന്ന എല്ലാ ഗായകരെയും ഗായികമാരെയും ഞാൻ സ്മരിക്കുന്നു. പെരുമ്പാവൂർ G രവീന്ദ്രനാഥ് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ ഗായകർ ചടങ്ങിൽ ആലപിച്ചു. 24 തിരുവനന്തപുരം. വണ്ടിപ്പെരിയാർ കേസ് അട്ടിമറിക്കാനാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ പിതാവ്. കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധു പാൽരാജിനെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിലാണ് പിതാവിനെതിരെ പോലീസ് കേസെടുത്തത്. ഈ മാസം 6-നാണ് വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ പിതാവിനെ കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന്റെ ബന്ധുവായ പാൽരാജ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഇയാളുടെ പേരിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. പിന്നാലെ പ്രതിയായ പാൽരാജും പോലീസിൽ പരാതി നൽകി. വണ്ടിപ്പെരിയാർ പോലീസ് പരാതി കോടതിക്ക് കൈമാറി. പീരുമേട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പെൺകുട്ടിയുടെ പിതാവിനെതിരെ കേസെടുത്തത്. എന്നാൽ മകൾക്ക് വേണ്ടിയുള്ള നിയമപോരാട്ടം അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് പിതാവ് പ്രതികരിച്ചു. അപ്പീലിനൊക്കെ ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആക്രമിച്ച് നമ്മൾ കിടപ്പിലായി കഴിഞ്ഞാൽ അവർക്ക് നേട്ടം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് അവർ ഈ കോടതി പോലെ തന്നെ നമുക്ക് അവിടെയും വിജയം ഉണ്ടാകത്തില്ല. അവർക്ക് അനുകൂലമായിട്ട് ഇത് വെറുതെ വിടും, അവനെ വീണ്ടും വെറുതെ വിടും എന്നുള്ള ഒരു ധാരണയിലാണ് അവർ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ആക്രമണ സാധ്യതയുള്ളതിനാൽ പോലീസ് സംരക്ഷണം ശക്തമാക്കണമെന്നാണ് 6 വയസ്സുകാരിയുടെ കുടുംബത്തിന്റെ ആവശ്യം. പ്രതി അർജുനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്കെതിരെ 6 വയസ്സുകാരിയുടെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. ഇതിനിടയിലാണ് പിതാവിനെതിരെ പോലീസ് കേസെടുത്തത്. 24 ഇടുക്കി. വയനാട്ടിൽ ഏറ്റവും അധികം സഞ്ചാരികളെത്തുന്ന മേപ്പാടി ചൂരൽമല റോഡിന്റെ ദുരവസ്ഥയ്ക്ക് മോചനം. റോഡിന്റെ നവീകരണത്തിന് നടപടികളായി. ഫെബ്രുവരി അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് T സിദ്ദിഖ് MLA വ്യക്തമാക്കി. കുഴി നിറഞ്ഞ പാതയിലൂടെ ദുരിതയാത്ര നടത്തി വേണം മേപ്പാടിയിൽ നിന്ന് പുത്തുമലയും ചൂരൽമലയും 900 കണ്ടിയും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ. 3000-ലധികം കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക വഴിയാണിത്. 2018 നവംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുകയായിരുന്നു. കരാറുകാർ പാതി വഴിയിൽ പദ്ധതി ഉപേക്ഷിച്ചു. നിലവിൽ 26.58 കോടി രൂപ ചെലവിൽ നവീകരണം പൂർത്തിയാക്കാനാണ് നീക്കം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് കരാർ. സർവേ നടപടികൾ പൂർത്തിയായാൽ നിർമ്മാണം തുടങ്ങും. കിഫ്ബിയിൽ, കെയർ ഓഫ് ബിയിൽ, മന്ത്രിതലത്തിൽ, കലക്ട്രേറ്റിൽ, പ്രാദേശികമായി MLA ഓഫീസിൽ ഒക്കെ നിരന്തര മീറ്റിങ്ങുകൾ നടന്നതായിരിക്കുന്ന ഒരു പ്രയാസകരമായ ദൗത്യമായിരുന്നു മേപ്പാടി ചൂരൽമല റോഡ്. ഇനി അതിൻ്റെ സർവേ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ സർവേ പൂർത്തിയാവും. അതിൻ്റെ മിനിറ്റ്സ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എഗ്രിമെൻ്റ് ഒപ്പുവെക്കുകയും സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യും, പ്രവൃത്തിയും ആരംഭിക്കും. സമയത്തിന് തന്നെ ഈ വർക്ക് പൂർത്തീകരിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന പ്രദേശമാണിത്. 12 കിലോമീറ്ററാണ് റോഡിന്റെ ദൈർഘ്യം. ഇതിൽ 9 കിലോമീറ്റർ ദൂരവും HML, പോഡാർ, AVT തുടങ്ങിയ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് കടന്നുപോകുന്നത്. സർക്കാരുമായി കേസ് നിലവിലുള്ളതിനാൽ റോഡ് നവീകരണത്തിന് ഭൂമി വിട്ടു നൽകാൻ എസ്റ്റേറ്റ് ഉടമകൾ സന്നദ്ധരല്ല. അതിനാൽ ഈ മേഖലയിൽ വീതി കുറച്ചാകും നിർമ്മാണമെന്ന പ്രതിസന്ധിയുമുണ്ട്. 24 വയനാട്. മൈജിയിൽ മഹാലാഭം സെയിൽ തുടരുന്നു. മറ്റന്നാൾ വരെ മൈജിയുടെ കേരളത്തിലെ എല്ലാ ഫ്യൂച്ചർ ഷോറൂമുകളിലും വമ്പിച്ച വിലക്കുറവിൽ സാധനങ്ങൾ സ്വന്തമാക്കാം. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്,
ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ എന്നിവ 75% വരെ വിലക്കുറവിൽ ഉപഭോക്താവിന് ലഭിക്കും. ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും പ്രത്യേക സമ്മാനങ്ങളും നേടാം. ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മൈജി അതിവേഗ ഫിനാൻസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മൈജി അവതരിപ്പിച്ച മഹാലാഭം സെയിലിന് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഇത്തവണയും സെയിൽ ആവർത്തിക്കാൻ കാരണമെന്ന് മൈജി അധികൃതർ വ്യക്തമാക്കി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് 2 ദിവസത്തെ അവധി നൽകി രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തി. അലിപ്പൂർദ്വാറിലെ ഫലാക്കട്ടയിൽ യാത്ര അവസാനിപ്പിച്ച രാഹുൽ പ്രത്യേക വിമാനത്തിലാണ് ഡൽഹിയിലെത്തിയത്. 28-ന് യാത്ര പുനരാരംഭിക്കും. മമതാ ബാനർജിയുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. 8 വർഷം മുമ്പ് വിദേശത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വടക്കാഞ്ചേരി സ്വദേശിനി സജിത മുരളിക്ക് നഷ്ടമായത് നല്ല പാതിയെ. മാനസികമായും സാമ്പത്തികമായും തളർന്നു. ആശ്രയമാകുമെന്ന് കരുതിയ ഇൻഷുറൻസ് തുക ഇനിയും ലഭിച്ചിട്ടില്ല. ഇൻഷുറൻസ് കമ്പനിയുടെ സാമ്പത്തിക നില തകർന്നു എന്ന മറുപടിയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് സജിത. ഞാൻ 21 ദിവസം അവിടെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ. അത്രയും നാൾ ഇവരുടെ അച്ഛനമ്മയ്ക്ക് സുഖമില്ലാതെ, അമ്മ ഒരു 6 വർഷം സുഖമില്ലാതെ, അച്ഛനും അതൊരു 7 വർഷം. ഒരു വശം തളർന്ന് അങ്ങനെയൊക്കെ അവരെന്നെയും രണ്ടുപേരും നോക്കിക്കഴിഞ്ഞ് ഞാൻ ജീവിക്കാൻ പോയതാ. അപ്പോൾ 21 ദിവസം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇങ്ങനെ സംഭവിച്ചു. പ്രാരാബ്ദങ്ങൾ ഇറക്കി വെച്ച് ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ. 2016 മാർച്ച് 26-ന് വിധി സജിതയുടെ സന്തോഷം അപഹരിച്ചു. രാവിലെ ജോലിക്ക് പോയിരുന്നു ചേട്ടൻ. ജോലിക്ക് പോകുന്ന സമയത്ത് കാർ അപകടത്തിൽ പെട്ടത്. ഒരു അറബിയുടെ വണ്ടി വന്നിട്ട് ഇടിച്ചെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അവിടെ നിന്നുള്ള റിപ്പോർട്ട്. അതിൽ 3 പേരുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ചേട്ടനും വർക്കി എന്ന് പറഞ്ഞ തൊടുപുഴയുള്ള ആളും മരിച്ചു. യോജി എന്ന് പറഞ്ഞ ആൾ രക്ഷപ്പെട്ടു. ആ ദുരന്ത വാർത്ത സജിതയുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. രാവിലെ പോകുമ്പോഴും ഇന്നത് വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ ചോറും കറിയൊക്കെ ആക്കി. എന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കൂടെയുള്ള അടുത്ത ഫ്ലാറ്റിലെ റൂമിലെ ആൾക്കാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രം അറിഞ്ഞിട്ടുണ്ടായില്ല. അവരെന്നോട് പറഞ്ഞില്ല. അവരുടെ മക്കളെ നോക്കണ ആ ചേച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞില്ല, ഒരു ആക്സിഡൻ്റാണ്, സീരിയസ് ആണ്. അപ്പം തന്നെ ഞാൻ ബോധം കിട്ട് വീണു. അങ്ങനെ ജീവിക്കാൻ വന്നിട്ട് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഇതായിപ്പോയി. പിന്നെ ബോധമൊക്കെ വന്നപ്പോൾ എനിക്ക് പിന്നെ ഞാൻ നോർമലായിരുന്നില്ല. മാനസികമായി തളർന്ന സജിതയെ അവിടെയുണ്ടായിരുന്ന മലയാളികൾ നാട്ടിലെത്തിച്ചു. വിമാനത്താവളത്തിൽ കാത്തുനിന്ന അച്ഛനും അമ്മയും ചേട്ടനും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മാസങ്ങൾ നീണ്ട ചികിത്സ. ഓർമ്മ തിരികെ എത്തിയപ്പോൾ ഭർത്താവിന്റെ വീട് പോലും ബന്ധുക്കൾ കൈയടക്കി. ചേട്ടന്റെ വീട്ടിലാണ് ഇന്നും താമസം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഭർത്താവിന്റെ ഇൻഷുറൻസിനായി ഇന്ത്യൻ എംബസി വഴി കുവൈറ്റിൽ കേസ് നൽകിയത്. എൻ്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് 2020 ഫേവറായി വന്നിട്ടുള്ള അനുകൂലമായിട്ടുള്ള വിധിയുടെ പകർപ്പാണ് എൻ്റെ കയ്യിൽ. 2023 ഇതിപ്പോൾ ഇൻഷുറൻസുകാരുടെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ അടക്കമുള്ള ഓഫീസുകളിൽ അപേക്ഷ നൽകി. പക്ഷേ പരിഹാരമുണ്ടായില്ല. 2025 മാർച്ചിലേക്ക് 8 വർഷം മരിച്ചിട്ട്. ഇനി ഞാൻ എവിടെ പോകണം, ആരോട് അന്വേഷിക്കണം ഒന്നും എനിക്കറിയില്ല. എനിക്ക് ജീവിക്കണ്ടേ. ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ താമസിക്കണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വയസ്സായ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ, ചേട്ടൻ്റെ കൂടെ, ചേട്ടത്തിയമ്മ അവരുടെ കൂടെ. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരവസ്ഥ. വിളിച്ചാൽ ഫോൺ എടുക്കാത്ത വിദേശത്തെ അഭിഭാഷകനിലും മറുപടിയില്ലാത്ത മെയിലുകളിലും പ്രതീക്ഷയർപ്പിച്ച് അർഹമായ ഇൻഷുറൻസ് തുകയ്ക്കായി കാത്തിരിക്കുകയാണ് സജിത മുരളി. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അനിൽകുമാർ കെ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു 24-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്ന് പറയുന്നു അദ്ദേഹം. അതുപോലെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന് ഡ്രസ് കോഡ് മുണ്ടും ഷർട്ടും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ സുജാത എസ് എന്ന് പറയുന്ന പ്രേക്ഷകർ പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിന് വരാൻ പറ്റില്ല, പക്ഷേ എല്ലാ നന്മകളും നേരുന്നു എന്നാണ്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം. പഠനവും ഒപ്പം ജീവിത ഉത്തരവാദിത്വങ്ങളുമായി മുന്നോട്ട് പോകുന്ന തിരുവനന്തപുരം സ്വദേശിയായ +2 വിദ്യാർത്ഥി നിഖിൽ വിനോദിന് സ്കൂളിൻ്റെ ആദരം. മുക്കോലയ്ക്കൽ സെന്റ് തോമസ് സ്കൂളിൽ വെച്ച് നടത്തിയ ചടങ്ങിലാണ് നിഖിലിനെ ആദരിച്ചത്. സമൂഹമാധ്യമങ്ങൾ വഴിയാണ് ഈ 18-കാരൻ്റെ കഥ ലോകമറിഞ്ഞത്. പരിമിതികളുള്ള അനുജനെയും രോഗിയായ അമ്മയെയും സംരക്ഷിക്കുന്നതിനായി ജീവിതം മാറ്റിവെച്ച നിഖിൽ എല്ലാവർക്കും പ്രചോദനമാണ്. വാടക വീട്ടിൽ കഴിയുന്ന നിഖിലിനും കുടുംബത്തിനും വീട് വെച്ച് നൽകുമെന്ന് മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപ്പൊലീത്ത ചടങ്ങിൽ പറഞ്ഞു.
കെ എം മാണിയുടെ പേരിലുള്ള പാലാ ജനറൽ ആശുപത്രിയിലേക്കുള്ള സൂചനാ ബോർഡിൽ വ്യാപക അക്ഷരത്തെറ്റ്. പാലാ നഗരസഭയാണ് ബോർഡ് സ്ഥാപിച്ചത്. കെ എം മാണി എന്നുള്ളതിന് കായം മാണി എന്നാണ് ബോർഡിലുള്ളത്. സ്മാരകം ഗവൺമെന്റ് എന്നെഴുതിയതിലും അക്ഷരത്തെറ്റുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, എന്താണ് വിവരങ്ങൾ? ഇപ്പോഴും ആ ബോർഡ് അവിടെ ഉണ്ടോ ടോബി? ഇത് പാലാ നഗരസഭ പറയുന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് ഈ സ്റ്റിക്കർ ബോർഡുകളായിരുന്നു. അപ്പോൾ ഈ സ്റ്റിക്കർ പൊളിച്ചാണ് അക്ഷരങ്ങൾ കറക്റ്റായിട്ട് എഴുതുന്നത്. അപ്പോൾ ഒരു സ്റ്റിക്കറിൻ്റെ ഈ കെ എന്ന് എഴുതിയിരിക്കുന്ന ആ സ്റ്റിക്കർ പൊളിക്കാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. അത് അപ്പോൾ തന്നെ പോയി പൊളിച്ചപ്പോൾ അത് കെ എന്നായിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ സ്മാരകം എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ചന്ദ്രക്കല ഇട്ടിട്ടില്ല, അപ്പോൾ അതും പൊളിച്ചു കളഞ്ഞപ്പോൾ ആ സ്മാരകം എന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയൊരു ചർച്ച കഴിഞ്ഞ കുറേ രണ്ട് ദിവസമായി ഇത് ഉണ്ട്. എന്തായാലും ഈ ബോർഡ് സ്ഥാപിച്ചപ്പോൾ തന്നെ അക്ഷരത്തെറ്റ്. കെ എം മാണിയുടെ പേരിലുള്ള ഒരു ആശുപത്രിയാണ്, അവിടേക്ക് പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് ആ ബോർഡ് അവിടെ സ്ഥാപിച്ചതാകട്ടെ പാലാ നഗരസഭയാണ്. നമുക്കറിയാം കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ അവിടെ അധികാരത്തിലുള്ളത്, LDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ കേരള കോൺഗ്രസും LDF ഒക്കെ വെച്ച ഒരു ബോർഡിൽ ഇത്തരത്തിലൊരു അക്ഷരത്തെറ്റ് വന്നത് വലിയ ചർച്ചയായിരുന്നു. പലരും എതിർകക്ഷിയിലുള്ള അല്ലെങ്കിൽ UDF-ലൊക്കെ ഉള്ളവർ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഉടൻ തന്നെ നഗരസഭ അതിൽ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചത്. കരാർ കൊടുത്തിരുന്നതാണ്, അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത് എന്നുള്ളൊരു വിശദീകരണം കൂടി നഗരസഭയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. എന്തായാലും ആ സ്റ്റിക്കർ വർക്ക് ചെയ്തതിലുണ്ടായ ഒരു പിഴവാണ് ഇത്തരത്തിലുള്ള അക്ഷരത്തെറ്റ് വരാൻ കാരണമെന്നാണ് ഇപ്പോൾ പാലാ നഗരസഭ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് തിരുത്തി ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ 1.5 മണിക്കൂറിൽ നമ്മൾ പരിശോധിച്ചത്. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.